Hi, hello. Welcome to Ernest Academy. So, Ernest Academy 30 days video series next session like everku swagatham. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലിൻഡൽ ആണ്. ലിൻഡലിന്റെ പൊതുവേ ക്വസ്റ്റ്യൻസ് കുറച്ചേ വരാറുള്ളൂ എങ്കിലും ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് ഒരു ക്വസ്റ്റ്യന് പോലും വാല്യൂ ഉണ്ട് അല്ലേ? ഒരു മാർക്ക് കൊണ്ട് എത്ര റാങ്ക് വരെ ഡിഫറൻസ് വരുമെന്ന് നമുക്കറിയാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലിൻഡലിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് horizontal structure which is placed above an opening to support the portion of the structure above it. എന്താണ് പറയുന്നത്? horizontal structure which is placed above an opening to support the portion of the structure above it. എന്താ ഓപ്പണിങ്ങിന് മുകളിലായിട്ട് കൊടുക്കുന്ന ഹൊറിസോണ്ടൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിൻഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതിന് മുകളിൽ നിന്ന് വരുന്ന ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ലിൻഡൽ എന്ന് വെച്ചാൽ നമുക്കൊരു മിനി ബീം എന്ന് തന്നെ പറയാം. ബീം ആക്ഷൻ വഴി തന്നെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാറ്. സോ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത ഒരു ടേമായിട്ട് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിയറിംഗ് ഓഫ് ലിൻഡൽ. ബിയറിംഗ് എന്ന് വെച്ചാൽ the distance up to which the lintel is inserted into the supporting wall. അപ്പം ഒരു വോൾ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിൻഡൽ എന്ന് പറയുമ്പോൾ കുറച്ച് പോർഷൻസ് വോളിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ പോർഷനെ നമ്മൾ പറയുന്നതാണ് ബെയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത്. ആ പോർഷൻ അത്രയും കയറിയിരിക്കുന്ന ആ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസിനെ ദ ഡിസ്റ്റൻസ് അപ് ടു വിച്ച് ദ ലിൻഡൽ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ സപ്പോർട്ടിംഗ് വാൾ, അതിനെ നമ്മൾ ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയും. ഈ ബിയറിംഗ് ഓഫ് ലിൻഡലിന് ഒരു മിനിമം വാല്യൂ പറയുന്നുണ്ട്. ഈ മൂന്ന്, അതായത് മിനിമം ഓഫ് ഒരു 3 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അതിൽ മിനിമം ആയിരിക്കണം എപ്പോഴും നമ്മൾ ബിയറിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ 100 mm മിനിമം ഓഫ് ഈ 3 പോയിൻറ്റ്സിൽ മിനിമം ആയിരിക്കണം നമ്മൾ ബിയറിംഗ് ഓഫ് ലിൻഡലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം 100 mm ഹൈറ്റ് ഓഫ് ലിൻഡൽ 1/10 to 1/12 ടൈംസ് ദ സ്പാൻ ഓഫ് ലിൻഡൽ. ഈ 3 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് വാല്യൂസിൽ മിനിമം ആയിരിക്കും നമ്മൾ എന്ത് എടുക്കുന്നത്? ബിയറിംഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ യൂണിറ്റൊക്കെ ശ്രദ്ധിച്ചോളാം. 100 mm ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൂടാതെ ഹൈറ്റ് ഓഫ് ലിൻഡൽ 1/10 to 1/12 ടൈംസ് ഓഫ് ദ സ്പാൻ ഓഫ് ദ ലിൻഡൽ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ലിൻഡൽ. ടിമ്പർ അഥവാ വുഡ് ലിൻഡൽ, സ്റ്റോൺ ലിൻഡൽ, ബ്രിക്ക് ലിൻഡൽ, സ്റ്റീൽ ലിൻഡൽ. ഇങ്ങനെ 4 ടൈപ്സ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ലിൻഡൽ പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പം ഈ 4 ടൈപ്സ് നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്, അതൊന്നും കൂടെ അറിഞ്ഞിരിക്കുക. നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടിമ്പർ ലിൻഡൽ. ടിമ്പർ ലിൻഡൽ എന്ന് പറയുമ്പോൾ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ലിൻഡലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിമ്പർ ലിൻഡൽ എന്ന് പറയുന്നത്. അതായത് പൊതുവേ ഇപ്പോഴത്തെ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ലിൻഡലായിരുന്നു എന്ത്? ടിമ്പർ ലിൻഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ലിൻഡൽ ഏതാണെന്ന് തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത് എന്താണ്? ടിമ്പർ ലിൻഡലാണ്. ഓക്കെ. ഇനി നമ്മൾ ടിമ്പർ ലിൻഡലിൻ്റെ ബെയറിംഗ് പറയുന്നുണ്ട്. 10 to 20 സെൻറ്റിമീറ്റർ ആണ് എന്ത്? നമ്മുടെ ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത് 10 to 20 സെൻറ്റിമീറ്റർ. യൂണിറ്റ് ശ്രദ്ധിച്ചോളാം, 10 to 20 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ഡെപ്ത് ഓഫ് ടിമ്പർ ലിൻഡലും കൂടെ പഠിച്ചു വെച്ചിരിക്കണം. ഡെപ്ത് ഓഫ് ടിമ്പർ ലിൻഡൽ എന്ന് പറയുന്നത് 1/12 to 1/8 ടൈംസ് ദ സ്പാൻ ഓഫ് ലിൻഡൽ, അല്ലെങ്കിൽ ഓർ 8 സെൻറ്റിമീറ്റർ. അപ്പം ബിയറിംഗും പറയുന്നുണ്ട്, ഡെപ്തും പറയുന്നുണ്ട്. അപ്പോൾ 2 വാല്യൂ ശ്രദ്ധിച്ച് സെപ്പറേറ്റ് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? പിന്നീടുള്ള പ്രത്യേകതയായിട്ട് പറയുന്നത് ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് അപ് ടു എ സ്പാൻ ഓഫ് 1 മീറ്റർ. 1 മീറ്റർ സ്പാനിൽ വരെ ആയിരിക്കും ടിമ്പർ ലിൻഡൽ കൊടുക്കുന്നത്. അതായിരിക്കും സേഫ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിലെ വാല്യൂസ് ഒക്കെ കുറച്ച് അറിഞ്ഞിരിക്കുക. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻസും ആ രീതിയിൽ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി ടിമ്പർ ലിൻഡലിൻ്റെ ഒരു 3 ടൈപ്പ് കൂടിയുണ്ട്. അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. സിമ്പിളാണ് എങ്കിലും അറിഞ്ഞിരിക്കുക. നോക്കാം. ഫസ്റ്റ് സിമ്പിൾ ലിൻഡൽ. സിമ്പിൾ ലിൻഡൽ എന്ന് പറഞ്ഞാൽ 3 ടിമ്പർ പീസസ് ഓഫ് ഈക്വൽ വിഡ്ത്ത് ആർ ഇൻ്റർകണക്റ്റഡ് ബൈ ബോൾട്ട്. എന്താ? ഈക്വൽ വിഡ്ത്തുള്ള 3 ടിമ്പർ വെച്ചിട്ടായിരിക്കും സിമ്പിൾ ലിൻഡൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കണക്ട് ചെയ്തിരിക്കുന്ന ബോൾട്ട് വഴിയായിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഫിഗർ കൂടി ഒന്ന് നോക്കാം. ഫിഗർ നോക്കുകയാണെങ്കിൽ
ഇതാണ് സിമ്പിൾ ലിൻഡൽ. സിമ്പിൾ ലിൻഡൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ വിഡ്ത്തുള്ള 3 ടിമ്പർ പീസസ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബോൾട്ട് വെച്ചിട്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ലിൻഡൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ബിൽറ്റപ്പ് ലിൻഡലാണ്. ബിൽറ്റപ്പ് ലിൻഡൽ എന്ന് പറയുമ്പോൾ വുഡൻ പീസസിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു പാക്കിംഗ് പീസും അല്ലെങ്കിൽ പാക്കിംഗ് പ്ലേറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഫിഗർ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. നോക്കുകയാണെങ്കിൽ ഇതാണ് ബിൽറ്റപ്പ് ലിൻഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വുഡൻ പീസസിൻ്റെ ഇടയ്ക്കായിട്ട് പാക്കിംഗ് പീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ടൈപ്പ് ലിൻഡലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിൽറ്റപ്പ് ലിൻഡൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം സിമ്പിൾ ലിൻഡലും ബിൽറ്റപ്പ് ലിൻഡലും പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിച്ച്ഡ് ലിൻഡൽ. ഇത് മൂന്നുമാണ് ടിമ്പർ ലിൻഡലിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഇത് ഫിച്ച്ഡ് ലിൻഡലൊക്കെ മുമ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. കണ്ടെയ്ൻസ് 2 or more വുഡൻ ലിൻഡൽ പ്രൊവൈഡഡ് വിത്ത് സ്റ്റീൽ പ്ലേറ്റ്സ് ബിറ്റ്വീൻ ദം. എന്താ അതിൻ്റെ ഇടയ്ക്ക് എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും? സ്റ്റീൽ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ലിൻഡലിനെയാണ് നമ്മൾ ഫിച്ച്ഡ് ലിൻഡൽ എന്ന് പറയുന്നത്. ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫിച്ച്ഡ് ലിൻഡൽ പറയുന്നത് എന്താണ്? വുഡൻ പീസസിൻ്റെ ഇടയ്ക്കായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും? സ്റ്റീൽ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ആ ടൈപ്പ് ലിൻഡലിനെയാണ് നമ്മൾ ഫിച്ച്ഡ് ലിൻഡൽ എന്ന് പറയുന്നത്. ലിൻഡലും ഒരു ബീം ആക്ഷൻ തന്നെ ആയിരിക്കും ലിൻഡലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ടിമ്പർ ലിൻഡൽ പഠിച്ചു. ടിമ്പർ ലിൻഡലിൻ്റെ 3 ടൈപ്സും പഠിച്ചു. സോ നെക്സ്റ്റ് സ്റ്റോൺ ലിൻഡൽ. സ്റ്റോൺ ലിൻഡൽ പറയുമ്പോൾ സ്ലാബ് ഓഫ് സ്റ്റോൺസ് പ്ലേസ്ഡ് എബവ് ആൻ ഓപ്പണിംഗ്. ഒരു സ്ലാബ് ഓഫ് സ്റ്റോൺ എന്താ ഓപ്പണിങ്ങിൻ്റെ മുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഡെപ്താണ് ഇമ്പോർട്ടൻസ് വാല്യൂ പറയുന്ന. ഡെപ്ത് ഓഫ് സ്റ്റോൺ ലിൻഡൽ പറയുന്നത് 1/10 ടൈംസ് ദ സ്പാൻ ഓഫ് ദ ലിൻഡലാണ്. സോ പഠിക്കുമ്പോൾ ഓരോ ലിൻഡലിൻ്റെയും ഡെപ്ത് ഓഫ് ലിൻഡൽ അതിൽ തന്നിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് അപ് ടു എ സ്പാൻ ഓഫ് 1 മീറ്റർ. നമ്മൾ ടിമ്പർ ലിൻഡലിലും പറഞ്ഞിരുന്നത് സ്റ്റോൺ ലിൻഡൽ ആയാലും എന്ത് തന്നെയാണ്? അപ് ടു 1 മീറ്ററിൽ വരെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നുള്ള പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ എ ഗുഡ് സ്റ്റോൺ ഓഫ് റിക്വയർഡ് ഡെപ്ത് മേക്കിംഗ് ഇറ്റ്സ് കോസ്റ്റ്ലിയർ. എന്താ ഒരു നമുക്ക് ഗുഡ് സ്റ്റോൺ കിട്ടാനുള്ള ഒരു പ്രയാസം കാരണം ഇത് കോസ്റ്റ്ലിയർ ആണ്. സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലിയർ ആണ്. ഓക്കെ, ഇനി ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത്. സ്ലാബ് ഓഫ് സ്റ്റോൺ ഓപ്പണിങ്ങിൻ്റെ മുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മുടെ സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടിമ്പർ ലിൻഡൽ സ്റ്റോൺ ലിൻഡൽ നോക്കി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രിക്ക് ലിൻഡലാണ്. ബ്രിക്ക് ലിൻഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ബ്രിക്സ് എന്ന് പറയുന്നത് വെൽ ബേൺഡ് ബ്രിക്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. വെൽ ബേൺഡ് ബ്രിക്സ് ആർ യൂസ്ഡ്. കൂടാതെ തന്നെ ഇഫ് ബ്രിക്സ് ഹാവിങ് ഫ്രോക്സ് ആർ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. ബ്രിക്ക് ലിൻഡലിൽ തന്നെ അതിൽ ഉപയോഗിക്കുന്ന ബ്രിക്സ് എന്ന് പറയുന്നത് ഫ്രോക്സ് ഉള്ള ബ്രിക്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഒരു പേര് പറയും. ആ പേരാണ് ജോഗിൾഡ് ബ്രിക്ക് ലിൻഡൽ. ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക. എന്താണ് ഫ്രോക്സ്? ബ്രിക്സ് ഹാവിങ് ഫ്രോക്സ് ആർ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷനെ പറയുകയാണെങ്കിൽ അത്തരം ലിൻഡലിനെ നമ്മൾ എന്ത് പറയും? ജോഗിൾഡ് ബ്രിക്ക് ലിൻഡൽ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ടെമ്പററി വുഡ് സപ്പോർട്ട് നോൺ ആസ് ടേണിംഗ് പീസ് ഈസ് യൂസ്ഡ്. സോ നമ്മൾ ബ്രിക്ക് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പം അതത്ര വീക്കായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനാണ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു വുഡൻ പീസ് പ്രൊവൈഡ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ടേണിംഗ് പീസ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ ടേംസ് എല്ലാം അറിഞ്ഞിരിക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ വന്നാലും ഇത് ആവശ്യം വരും. സോ അറിഞ്ഞിരിക്കുക. ഫോർ ഹെവിയർ ലോഡിംഗ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽസ് ആർ യൂസ്ഡ്. അപ്പോൾ ലോഡ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് ബ്രിക്ക് ലിൻഡലിൻ്റെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് ഫിഗർ കൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഓപ്പണിങ്ങിൻ്റെ മുകളിലായിട്ട് ബ്രിക്സ് അറേഞ്ച് ചെയ്ത് കൂടാതെ തന്നെ എന്താ ഇതിൽ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ. ലോഡ് കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റീൽ ലിൻഡൽസ്. സ്റ്റീൽ ലിൻഡൽ തന്നെ 2 രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്റ്റീൽ ആംഗിൾസ് വെച്ചിട്ടും നമ്മൾ സ്റ്റീൽ ലിൻഡൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൂടാതെ തന്നെ RSJ എന്ന് പറഞ്ഞാൽ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്. അപ്പോൾ ഈ 2 രീതിയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്റ്റീൽ ആംഗിൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സ്മോളർ സ്പാനും ലൈറ്റ് ലോഡിങ്ങും ആണെങ്കിൽ നമ്മൾ സ്റ്റീൽ ആംഗിൾസ് ആയിരിക്കും സ്റ്റീൽ ലിൻഡലായിട്ട് ഉപയോഗിക്കുന്നത്. RSJ വരികയാണെങ്കിൽ ലാർജർ സ്പാനിൽ ഹെവിയർ ലോഡിങ് കണ്ടീഷനിലാണ് നമ്മൾ RSJ ഉപയോഗിക്കുന്നത്. ഓക്കെ,
When more than one units are placed, tube separators are provided to keep them in position. അതായത് നമ്മൾ ഐ സെക്ഷൻസ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഐ സെക്ഷൻസ് ഒരു യൂണിറ്റ്സിൽ കൂടുതലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്യൂബ് സെപ്പറേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? അത് പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ സെക്ഷൻസിൻ്റെ കൂടെ ട്യൂബ് സെപ്പറേറ്റേഴ്സും കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. കണ്ടില്ലേ, ഇങ്ങനെ ഐ സെക്ഷൻസിലായിരിക്കും കൊടുക്കുന്നത്. RSJ കൊടുക്കുമ്പം എന്താണ്, നമ്മൾ ഒന്നിൽ കൂടുതൽ യൂണിറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ഒരു ട്യൂബ് സെപ്പറേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതേ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്യൂബ് സെപ്പറേറ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ ഈ ടേംസ് ഒക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ടേംസ് ഒന്നും വിട്ടുപോകാതെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഒരുപാട് ടേംസ് ഉണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് മാർക്കിംഗ് ഒക്കെ കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് പറയുന്നത് RCC ലിൻഡൽ. RCC ലിൻഡൽ പറയുകയാണെങ്കിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലിൻഡലാണ് എന്ത്? RCC ലിൻഡൽ എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് എന്താ? RCC ലിൻഡൽ തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫയർ പ്രൂഫാണ്, സ്ട്രോങ് ആണ്, എക്കണോമിക്കലാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ത് തന്നെയാണ്? RCC ലിൻഡൽ തന്നെയാണ്. കാരണം എന്താണ്? ലൈഫ് കൂടുതലാണ്. എന്താണ്? മേ ബി പ്രീകാസ്റ്റഡ് ഓർ കാസ്റ്റ് ഇൻസിറ്റ്. എന്താ, നമുക്ക് പ്രീകാസ്റ്റഡും ആയിരിക്കാം, കാസ്റ്റ് ഇൻസിറ്റും ആയിരിക്കാം. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് RCC ലിൻഡിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് RCC ലിൻഡലിന് വേണ്ടുന്ന എത്ര റീഇൻഫോഴ്സ്മെൻറ്റ് വേണമെന്നുള്ളത് എമൗണ്ട് പറയുന്നത് ടോട്ടൽ ലോഡിനെയും സ്പാൻ ഓഫ് ലിൻഡലിനെയും കൂടാതെ വിഡ്ത്ത് ഓഫ് ഓപ്പണിങ്ങിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉള്ളത്. എന്താണ്? ടോട്ടൽ ലോഡ്, സ്പാൻ ഓഫ് ലിൻഡൽ, വിഡ്ത്ത് ഓഫ് ഓപ്പണിംഗ്, ഇത്രയും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എമൗണ്ട് കൂടെ വരുന്നത്. അപ്പം ഈ പോയിൻറ്റ്സ് കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇത് ഫിഗറാണ്. ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം RCC ലിൻഡൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ റീഇൻഫോഴ്സ്മെൻറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ റീഇൻഫോഴ്സ്മെൻറ്റ് എമൗണ്ട് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. സോ ഇനി നമുക്ക് ഇതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മിനിമം ബെയറിംഗ് ഓഫ് ലിൻഡൽ ടു സപ്പോർട്ടിംഗ് വോളീസ്. ഓപ്ഷൻസ് ഉണ്ട് 150 mm, 100 mm, 125 mm, 250 mm. കണ്ടില്ലേ, മിനിമം ബെയറിങ് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? മിനിമം ബെയറിങ് നമ്മൾ പറഞ്ഞിരുന്നു മിനിമം ഓഫ് എന്താണ്? 100 mm അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ലിൻഡൽ അല്ലെങ്കിൽ 1/10 to 1/12 ടൈംസ് ദ സ്പാൻ ഓഫ് ലിൻഡൽ. ഇത്രയത്തിൻ്റെ മിനിമം ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്? മിനിമം ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾക്ക് വാല്യൂസ് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ്? 100 mm ആണ് ആൻസറായിട്ട് വരുന്നത്. കണ്ടോ, വാല്യൂസിനും യൂണിറ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ പൊസിഷൻ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ കോൺക്രീറ്റ് ലിൻഡൽ ഷുഡ് ബി. ഓപ്ഷൻസ് ദ സെൻറ്റർ, ദ ബോട്ടം, ദ സൈഡ്, ദ ടോപ്പ്. അപ്പോൾ എന്താ, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റ് ലിൻഡലിൽ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫിഗർ കണ്ടിരുന്നു. എന്താണ്? മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ബോട്ടത്തിലായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഓപ്ഷൻ ദ ബോട്ടമാണ് ആൻസറായിട്ട് വരുന്നത്. ഫിഗർ നമുക്ക് നോക്കാം. ഇത് കണ്ടില്ല, RCC ലിൻഡലിൻ്റെ നമ്മൾ കണ്ടിരുന്നു. ഫിഗർ കണ്ടതിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടത്തിലായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിൻറ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി യൂഷ്വൽ പ്രൊപ്പോർഷൻ ഓഫ് കോൺക്രീറ്റ് മിക്സ് ഫോർ ലിൻഡൽ ഈസ്. ഓപ്ഷൻസ് 1:3:6, 1:2:4, 1:1.5:3, 1:4:8. ഒരു യൂഷ്വൽ പ്രൊപ്പോർഷന് നമ്മൾ കോൺക്രീറ്റ് മിക്സിന് ഉപയോഗിക്കുന്നത് 1:2:4 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. 1:2:4 ആണ് നമ്മുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിക്ക് ലിൻഡൽസ് ആർ സ്യൂട്ടബിൾ അപ് ടു എ സ്പാൻ ഓഫ്. കണ്ടോ, സ്പാൻ വരെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. 75 cm, 100 cm, 90 cm, 120 cm. നമുക്ക് 1 മീറ്ററിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ 100 cm ആണ് ആൻസറായിട്ട് വരുന്നത്. ബ്രിക്ക് ലിൻഡലായാലും സ്റ്റോൺ ലിൻഡലായാലും ടിമ്പർ ലിൻഡലായാലും നമുക്ക് 1 മീറ്ററിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ സ്പാൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു RCC ലിൻഡൽ. RCC ലിൻഡലിന് ആപ്ലിക്കബിൾ അല്ലാത്തത് എന്ത്? എക്കണോമിക്കൽ, ലോ ടെൻസൈൽ റെസിസ്റ്റൻസ്, ഫയർ പ്രൂഫ്, സ്ട്രോങ്. എന്താ നമുക്കറിയാം, എന്താ RCC ലിൻഡൽ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലും ആണ്, ഫയർ പ്രൂഫും ആണ്, സ്ട്രോങ്ങും ആണ്. അപ്പോൾ ആപ്ലിക്കബിൾ അല്ലാത്തത് എന്താണ് പറയുന്നത്? ലോ ടെൻസൈൽ റെസിസ്റ്റൻസ് ആണ് ആപ്ലിക്കബിൾ അല്ലാത്തത്.
സോ ക്ലിയർ ആണല്ലോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റിവിഷൻ ചെയ്യുക, പഠിച്ചു തന്നെ പോരുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്